മുംബൈ റെസ്റ്റോറൻറ്റ്. റിട്ടേൺ ആൻഡ് നറേറ്റഡ് ബൈ വിനോദ് നാരായൺ. ബുക്ക് പബ്ലിഷ്ഡ് ബൈ നൈന ബുക്സ്. ആമുഖം. ഇസ്ലാമാബാദിലെ ആഭാരയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ മറവിലാണ് പാക് ചാരസംഘടനയായ ISI പ്രവർത്തിക്കുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെന്നേ തോന്നും. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ ലഷ്കർ-എ തോയ്ബയെ കൂട്ടുപിടിച്ചുകൊണ്ട് പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത്. അതിലൊന്നാണ് പാക് നിർമ്മിത വ്യാജ ഇന്ത്യൻ കറൻസിയുടെ പ്രചാരണം. അത്തരം കറൻസികൾ ഇന്ത്യയിൽ എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു, കേരളത്തിലെ അതിന്റെ ഏജന്റുമാർ ആരൊക്കെ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ കെട്ടഴിക്കുകയാണ് ഇന്ത്യൻ ചാരസംഘടനയായ റോ. ആ നോവൽ പരമ്പരയിലെ ഒരു പുസ്തകമാണ് മുംബൈ റെസ്റ്റോറൻറ്റ്. അധ്യായം 1. ഇന്റർ സർവീസ് ഇന്റലിജൻസ് അഥവാ ISIയുടെ പാകിസ്ഥാന്റെ ആസ്ഥാനം. ഇസ്ലാമാബാദിലെ ആഭാരയിലാണ് ISIയുടെ ആസ്ഥാനം. വെളുത്ത പശ്ചാത്തലത്തിൽ പച്ച നിറമുള്ള ഒരു പരിചയ്ക്ക് നടുവിൽ സർപ്പത്തെ തിന്നുന്ന മർക്കൂർ ആടിനെയും അതിനു മുകളിലായി ചന്ദ്രക്കലയും നക്ഷത്രവും ആലേഖനം ചെയ്ത ആ പതാക പാക് ചാരസംഘടനയായ ISIയുടേതാണ്. മിലിറ്ററി വാഹനം പോലെ തോന്നിക്കുന്ന ഒരു മൂടിക്കെട്ടിയ ജീപ്പിന്റെ മുന്നിൽ ഇത്തരം പതാക ഒരെണ്ണമുണ്ട് എന്നതൊഴിച്ചാൽ മറ്റൊരു അടയാളവും കാണാനില്ല. മൊഹറയിൽ നിന്ന് വന്ന ആ വാഹനം ഒരു ആശുപത്രിയുടെ ഗേറ്റിൽ വന്നു നിന്നു. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. സെക്യൂരിറ്റി റൂമിൽ നിന്ന് ഒരു അധികായൻ ഇറങ്ങി വന്നു. അയാൾ ആശുപത്രിയുടെ സെക്യൂരിറ്റി ജീവനക്കാരനാണെന്ന് തോന്നുന്നു. നീളം തലപ്പാവ് ധരിച്ച ഒരു മനുഷ്യനായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അയാൾ താടി വളർത്തിയിരുന്നു. മീശ മുഴുവനായി വടിച്ചു കളഞ്ഞിരുന്നു. അയാൾ ഒരു ബാഡ്ജ് എടുത്ത് സെക്യൂരിറ്റി കാണിച്ചതോടെ ഗേറ്റ് തുറന്നുകൊടുത്ത് അവരെ അകത്തേക്ക് പോകാൻ അനുവദിച്ചു. അകത്തെ വിശാലമായ വളപ്പ് ജലധാരകൾ കൊണ്ടും പുൽത്തകിടികൾ കൊണ്ടും അലങ്കൃതമായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ ചേരുന്ന എല്ലാ മോഡുകളുമുണ്ട്. വാഹനം ഒരു ഗാരേജിനുള്ളിലേക്കാണ് പോയത്. അവിടെ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിൽ വണ്ടി നിർത്തിയിട്ടു. പ്ലാറ്റ്ഫോം സാവധാനം താഴാൻ തുടങ്ങി. അത് ഭൂഗർഭ ഇടനാഴിയിലാണ് എത്തിച്ചേർന്നത്. കോൾട്ട് M8 അസാൾട്ട് കാർബിൻ മെഷീൻ ഗണ്ണുകൾ ധരിച്ച പട്ടാളക്കാർ അവിടെ കാവൽ നിന്നിരുന്നു. വാഹനത്തിൽ നിന്ന് 5 പേർ ഇറങ്ങി. 5 പേരും സിവിലിയൻ വേഷത്തിലായിരുന്നുവെങ്കിലും അതിൽ 2 പേർ പട്ടാള ഉദ്യോഗസ്ഥരാണെന്ന് അവരുടെ ശരീരഭാഷ കണ്ട് ഊഹിക്കാവുന്നതേയുള്ളൂ. ഭൂഗർഭ ഇടനാഴി പല വശത്തേക്കും പിരിഞ്ഞു പോകുന്നു. കാവൽ നിന്ന് പട്ടാളക്കാരൻ ആഗതരോട് ഇംഗ്ലീഷ് ചോദിച്ചു, ഞാൻ താങ്കൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണോ? ജീപ്പ് ഡ്രൈവറെ കൂടാതെ ഒപ്പമുണ്ടായിരുന്ന കിളരം കൂടിയ മനുഷ്യൻ ആ പട്ടാളക്കാരന്റെ തോളിൽ തട്ടി ഉറുദുവിൽ പറഞ്ഞു, നിന്റെ ഇംഗ്ലീഷ് നല്ലതാണ്, പക്ഷേ അമേരിക്കക്കാരന്റെ ഭാഷ എനിക്കിഷ്ടമല്ല. നിനക്ക് ഉറുദു സംസാരിക്കാം. ശരി സാർ. Sample complete. Ready to continue?